ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇമ്മൻസ് ഷാഡോയുടെ എപ്പിസോഡ് 12 ആണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക. കാര്യം മിക്കൊരു ലൈക്ക് ഇട്ടിട്ടില്ലായിരുന്നു കഴിഞ്ഞ 2 വീഡിയോയിലും. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ റിവ്യൂ ആയിട്ട് നിങ്ങൾ കമന്റും കൂടെ ഇടുക. ഇമ്മൻസ് ഷാഡോയുടെ മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോനെ കാണിക്കുകയാണ്. ഹീറോയിൻ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു ഫൈറ്റ് ജയിച്ച് സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വരുന്നത്. എല്ലാവരും ഷാഡോ എന്ന് പറയുന്ന ആ ഒരു ആൾ ആരെന്നായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സിഡ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ ആരും ആലോചിക്കാൻ പോലും കാണില്ല. കാര്യം അവരൊരു ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടർ അല്ലേ. അങ്ങനെ അവൻ പോകാൻ നിൽക്കുമ്പോഴാണ് സ്റ്റേഡിയത്തിൽ നടന്ന ആ ഒരു പോർട്ടൽ ഇവിടെയും വരുന്നത്. അവനാണെങ്കിൽ നോക്കിയിട്ട് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിൽ മൈൻഡ് തിരിച്ച് നടന്നു പോകുമ്പോൾ അവിടെ ഒരു ആ പോർട്ടൽ വരികയാണ്. അങ്ങനെ അവൻ എവിടെ പോകുന്നോ അവിടെ എല്ലാം ഈ റെഡ് കളർ പോർട്ടൽ വരികയാണ്. ഇങ്ങനെ വെളി പോവുകയാണെങ്കിൽ ആൾക്കാർക്ക് എന്നോട് ഡൗട്ട് അടിക്കും. മിക്കവാറും ആ ഫൈറ്റ് തീർന്നു കാണില്ല, കുഴപ്പമില്ല തീർത്ത് വയ്ക്കാം എന്നും പറഞ്ഞിട്ട് അവൻ ആ പോർട്ടലിനകത്തോട് അകത്ത് കയറുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ മത്സരം നടന്ന സ്റ്റേഡിയം കാണിക്കുകയാണ്. എന്താ ഇപ്രാവശ്യം കുറച്ച് വലിയ ഗേറ്റാണല്ലോ, മിക്കവാറും ഇതിൻ്റെ അകത്ത് നിന്ന് വേറൊരു ടീമിന് വരാൻ പോവുകയാണോ? ഇനി മിക്കവാറും ദൈവമായിരിക്കില്ല, മിക്കവാറും വലിയ ഏലിയൻ അല്ലെങ്കിൽ ടീമണായിരിക്കും. ഇതിന് ചാൻസേ ഇല്ല എന്നാ കിളവൻ പറയാണ്. അപ്പൊ പെൺകുട്ടികളൊക്കെ ചോദിക്കുകയാണ് എന്താ കുഴപ്പമൊന്നും. അപ്പോഴാണെങ്കിൽ കിളവൻ പറയാണ് ഇന്ന് സെന്റ് സേവിയറിന്റെ ഗേറ്റ് ഓപ്പണിംഗ് ആണ്. ഹീറോനെ സെന്റ് സേവിയർ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഒട്ടും ചാൻസ് ഇല്ല, കാരണം എനിക്ക് കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടുണ്ട് മത്സരത്തിന് ശേഷം ഇങ്ങനെ വരുന്നത്. എനിക്കറിയാനുള്ള നോളേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ മിക്കവാറും കള്ളങ്ങളായിരിക്കും. അതുപോലെ നിങ്ങൾ അറിയാവുന്നതും കള്ളമായിരിക്കും. മിക്കവാറും നിങ്ങൾക്കുള്ളതൊക്കെ ഉത്തരമുള്ളത് ആ ഒരു ഗേറ്റിന് അപ്പുറത്തായിരിക്കും. തന്നെ ആ ഒരു ഗേറ്റ് ഓപ്പൺ ആവുന്ന കാണുകയാണ്. ആ ഗേറ്റ് ഓപ്പൺ ആവുന്ന കാണുമ്പോൾ തന്നെ അയാൾ പറഞ്ഞിട്ട് അവിടേക്ക് സ്റ്റേഡിയത്തിൽ എല്ലാ ആൾക്കാരെയും പറഞ്ഞ് വെളി വിടുകയാണ്. തൽക്കാലത്തേക്ക് നിങ്ങളൊന്നും ഇതിൽ ഇടപെടേണ്ട, പെണ്ണുങ്ങളൊക്കെ വെളി പോകാൻ പറയണം ആ കിളവൻ. അപ്പം അലക്സി അവിടെ സ്വോർഡ് എടുക്കുകയാണ്. അലക്സി അവിടെ സ്വോർഡ് എടുത്തത് നമ്മളും ഉണ്ട് എന്ന് പറയുമ്പോൾ ഷാഡോ മെമ്പേഴ്സിൽ ഷാഡോ ഗാർഡൻസിലെ മെമ്പേഴ്സിൽ അവിടെ വരികയാണ്. എന്തെങ്കിലും പൊട്ടത്തരം ചെയ്യാന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോഴേ മറന്നോ, കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ആൽഫയും ടീമും വരികയാണ്. ലേഡി ആൽഫ, നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, കാര്യം ഇടയ്ക്കുന്ന എല്ലാവരും കൊന്നിട്ടാണ് ഇയാളോട് വന്നിരിക്കുന്നത്. ഓക്കെ ശരി, നമുക്ക് പോർട്ടലിനകത്തോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ആൽഫയും ഡെൽറ്റയും പിന്നെ എല്ലാവരും അതിനകത്തോട്ട് പോവുകയാണ്. പക്ഷേ എക്സൽ മാത്രം വെളിയിൽ നിൽക്കുകയാണ്. എക്സൽ ആ പെണ്ണുങ്ങളുടെ അടുത്ത് പറയാണ് നിങ്ങളെല്ലാം കാമായിട്ട് സൈഡിൽ പോയി നിൽക്കൂ, കാര്യം ഡോർ ക്ലോസ് ആകുന്നതിന് നമുക്കും അകത്ത് പോകണം. അപ്പോഴാണ് കിളവൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനത്തെ പോർട്ടൽസ് വരുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പോലും പാടില്ല. തന്നെ അലക്സയും അലോവയും സ്വാഡ് എടുക്കാൻ നോക്കിയാണ്. അപ്പൊ തന്നെ അവിടെ നിന്ന് ഒരു പെൺകുട്ടി വന്നതിന് ശേഷം റോസിന്റെ കഴുത്തിൽ സ്വാഡ് വെക്കുകയാണ്. റോസും അതിനകത്ത് ആക്ടിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെക്കുകയാണെങ്കിൽ ഇവളെ കഴുത്ത് ഞാൻ വെട്ടുന്നതായിരിക്കും. റോസും അതിനകത്ത് നല്ല ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്ന ഒരു പെണ്ണ് പറയാണ് ഇവക്ക് അഭിനയിക്കാനേ കഴിവുണ്ട്. അപ്പോഴാണെങ്കിൽ അലക്സിയ പറയാണ് കുഴപ്പമില്ല, അവള് ചാവണയും ചത്തോട്ട്, നീ പോയി അവളെ അറ്റാക്ക് ചെയ്യുന്ന അലോവേനോട് പറയാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഒരു നിഞ്ച പോലത്തെ ഒരാൾ വരികയാണ്. അയാൾ വന്നതിന് ശേഷം എക്സലിനെ അറ്റാക്ക് ചെയ്യുകയാണ്. എക്സലിന് ജസ്റ്റ് ഒന്ന് പഴയ ആലോചിച്ചതിന് ശേഷം എക്സൽ അയാൾ സിമ്പിൾ ആയിട്ട് കൊല്ലുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു പോർട്ടലിൽ ക്ലോസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ എക്സൽ ആ കിളവനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? ഇല്ല, ഞാൻ ഒന്നും കണ്ടില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ഷാഡോ ബസ് ആ ഒരു കിളവനെയും കൊണ്ട് ആ ഒരു പോർട്ടലിനകത്തോട്ട് കയറി പോവുകയാണ്. അയ്യോ എന്നെ രക്ഷിക്ക് എന്ന് റോസ് ആക്ടിങ്ങിലോട് അവരടുത്ത് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അലക്സി പറയുന്നുണ്ട് എനിക്ക് വേറെ വഴിയില്ല എന്നും പറഞ്ഞിട്ട് അലക്സി ആ ഒരു പോർട്ടലിനകത്തോട്ട് പോകുന്നുണ്ട്. ലേഡി അലക്സിയ ദിക്ക് എന്നും പറഞ്ഞിട്ട് അലോയും ആ ഒരു പോർട്ടലിനകത്തോട്ട് ചാടി പോകുന്നുണ്ട്. അതിന് അവർ രണ്ടുപേരും ആ പോർട്ടലിനകത്തോട്ട് ആ സ്ഥലത്തോട്ട് എത്തുകയാണ്. റോസ് ആണെങ്കിൽ കൂളായിട്ടാണ് നിൽക്കുമ്പോഴാണെങ്കിൽ ഇവർ രണ്ടുപേരും വന്നിട്ട് റോസിനെ മോളിൽ കൂടെ വീഴുകയാണ്. ലേഡി അലക്സിയ അവിടെ നിന്ന് കൈയെടുത്ത് മാറ്റാവോ, ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു, നമ്മളെ ഫ്രണ്ടിൽ ഒരു പോർട്ടൽ കണ്ടപ്പോൾ ചാടി വരാൻ തോന്നി, അതിനാണ് നമ്മൾ അവിടെ വന്നത് എന്ന് അലക്സിയ അവരോട് പറയാണ്. അപ്പൊ ആൽഫ വന്നിട്ട് പറയാണ് ഓക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളായി നിങ്ങളുടെ കാര്യമായി, ശരി എന്തായാലും ഇവിടെ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞുതരാം. ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഡീമൺ ഡിയോ ബ്ലോസിന്റെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സീൽ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. എന്റെ ആൽഫ പറയാണ് ഞങ്ങൾക്കും കൾട്ട് ഓഫ് ഡിയോ ബ്ലോസ് എന്ന് പറയുന്ന ആ ഒരു കൾട്ടിനെ പറ്റി കൂടുതൽ അറിയാൻ നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തെന്ന് അലക്സിയ ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ആൽഫ പറയാണ് അതെ അതാണ് സത്യം, എനിക്ക് നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം തരാൻ പറ്റില്ല, കാരണം യഥാർത്ഥ ഉത്തരം അറിയണമെങ്കിൽ ഉത്തരം മറിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് തന്നെ പോയി നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രേറ്റ് ഒളിവറിന്റെ സ്റ്റാച്ചുവിന്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് ഗ്രേറ്റ് ഒളിവർ ഒരു ആണാണെന്നാണല്ലോ, പക്ഷേ ഇതിൽ കാണുന്ന ഒരു പെൺകുട്ടിയാണല്ലോ. ഈ ഒരു സിറ്റിയിൽ ഒരുപാട് സത്യങ്ങൾ മറന്നിരിപ്പുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു പരത്തിയിട്ടുണ്ട് സിറ്റിയിലുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഗ്രേറ്റ് ഒളിവറിനെ കാണാൻ എൻ്റെ ഒരു ഫേസ് ഒരു ചെറിയ സാമ്യമില്ലേ എന്ന് ആൽഫ പറയാണ്. ഹേയ് നിങ്ങൾ പൊസസ് ആയിട്ടുള്ള എൽഫല്ലേ എന്ന് ആ കിളവൻ ഇവരോട് ചോദിക്കുകയാണ്. അപ്പോഴെനിക്ക് ആൽഫ പറയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാൻ തോന്നുന്നു, അതുപോലെ നമ്മൾ എല്ലാവരെയും പറ്റി അറിയാൻ തോന്നുന്നു, ഞങ്ങൾക്ക് പൊസസിനെ പറ്റി അറിയാം, പൊസസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം എന്ന് ആൽഫ ആ കിളവനോട് പറയാണ്. ഇത് കേട്ട് അലക്സിയയ്ക്കും അലോവയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളുടെ കൾട്ടിനകത്ത് ഗോൾ എന്താന്ന് വെച്ചാൽ ഡീമൺ ഡിയോബ്ലോസിനെ കൊല്ലാന്ന് മാത്രമല്ല മറഞ്ഞിരിക്കുന്ന ഉത്തരങ്ങൾ തേടി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ആൽഫ അവളെ കയ്യാൽ ലോക്കായിരിക്കുന്ന ഒരു സ്പെല്ലിന് മുമ്പിൽ വെക്കുകയാണ്. അപ്പോൾ തന്നെ ആ ലോക്കായിരിക്കുന്ന സ്പെല്ല് ഓപ്പൺ ആവുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഒരുപാട് പാവപ്പെട്ട ജീവൻ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ദുഷ്ടതരം നടന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലം ഒരു ഗ്രേവിയഡാണ്. നോക്കുമ്പോൾ ആൽഫന്റെ അടുത്തും ആ ഒരു ഗ്രേറ്റ് ഒളിവർ ഒന്ന് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഒരാളുടെ ഓർമ്മയാണ് എന്ന് ആൽഫ പറയുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹീറോനെ കാണിക്കുകയാണ്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ആ ഒരു പോർട്ടൽ വഴി ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എന്ത് എന്നോ നിങ്ങളാണോ എന്നെ ഇവിടെ സമ്മണിച്ചത്? ഞാനോ സമ്മണോ ഞാൻ ചെയ്തില്ല, എനിക്ക് അതിനെ ഓർമ്മയില്ലല്ലോ എന്നാ പെൺകുട്ടി പറയുന്നുണ്ട് അവിടെ ഇരിക്കുന്നത്. എന്റെ മെമ്മറിയിൽ നിന്നെ സമ്മണിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല, പക്ഷേ നമ്മൾ ഫൈറ്റ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഫൈറ്റ് ആയിരുന്നു അത്, നീ നല്ല സ്ട്രോങ് ആയിരുന്നു. അതെ എനിക്കും തോന്നി, നല്ല ഫണ്ണായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു അത് എന്ന് ഹീറോ ആ പെൺകുട്ടിയോട് പറയാണ്. ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടി ആരാന്ന് വെച്ചാൽ അറോറയാണ്. എന്റെ സമയത്ത് വല്ല നീ അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. അപ്പോഴാണ് ഹീറോ ചോദിക്കേണ്ടത് എന്ത് നടക്കുമായിരുന്നു. ഇല്ല ഒന്നും നടക്കില്ല, ഞാൻ മറന്നുപോയി എന്ന് അറോറ പറയാണ് അവനോട്. അതിരിക്കട്ടെ ഇവിടെ സ്റ്റക്ക് ഇരിക്കുന്ന നീ എന്തിനാണ് എൻ്റെ അടുത്തൊന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റേഡിയത്തിൽ? സത്യം പറയാലോ
എനിക്ക് അതും ഓർമ്മയില്ല. പക്ഷേ ഞാൻ കണ്ണുറന്നപ്പം ആ സ്റ്റേഡിയത്തുണ്ടായിരുന്നു. ഫൈറ്റ് കഴിഞ്ഞവൻ അവിടെ തിരിച്ചു വന്നു. ഓക്കെ ശരി എന്നാ എൻ്റെ ക്വസ്റ്റ്യൻസിനൊന്നും എനിക്ക് ഉത്തരം തരാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അറോറ അവനെ പിറകെ നിന്ന് വിളിക്കുന്നുണ്ട്. നിന്റെ ഫ്രണ്ടിൽ ഒരു ഭംഗിയായിട്ടുള്ളൊരു പെണ്ണിരിക്കുകയല്ലേ, അവളെ രക്ഷിച്ചൂടെ? അവളെ രക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പം നിനക്ക് വേണ്ട ക്വസ്റ്റ്യൻസിന് ഉത്തരം തരുമായിരിക്കും. ഇത് കൊള്ളാലോ, നല്ല ഡീലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവളെ കെട്ടിയിട്ടിരിക്കുന്ന അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, കോടിക്കണക്കിന് വർഷത്തിന് ശേഷം രക്ഷപ്പെട്ടു, എന്നാലും നീ ഇവിടെ വന്നിട്ട് എത്ര വർഷമോ? അപ്പോഴാണെങ്കിൽ അവൾ പറയാണ്, എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരുപാട് വർഷങ്ങളാകും. അപ്പോൾ നമ്മുടെ രണ്ടുപേരും മനസ്സിലും പോകുന്ന ക്വസ്റ്റ്യൻ ഒന്ന് മാത്രമാണ്, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാം? അതല്ലേ അറിയാം. ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു കോർ പവർ സോഴ്സ് ഉണ്ട്. അവിടെ പോയിട്ട് ആ ഒരു സംഭവം പൊളിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈ ഒരു സ്ഥലം അപ്പം തന്നെ പൊടിയായി മറഞ്ഞു പോകും. ഈ ഒരു സ്ഥലത്ത് മൊത്തം ആരുടെയൊക്കെ മെമ്മറീസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം നശിക്കുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ ഈ സ്ഥലത്തിൽ തന്നെ നീ ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് അവനോട് പറയാണ്. അതിനാണെങ്കിൽ ഈ ഒരു കാലഘട്ടം തന്നെ മൊത്തം നശിക്കുമോ? അപ്പോഴാണെങ്കിൽ അവൾ പറയാണ്, ഏയ് നിനക്കെന്താ അതൊക്കെ അറിയാൻ അത്ര ആഗ്രഹം? അതൊന്നും നീ പറയേണ്ട ആവശ്യമില്ല എന്ന് അവൾ പറയാണ് അവനോട്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു. എന്താണ്? ഇവിടെ നമുക്ക് മാജിക് യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോഴാണ് ഹീറോ നോക്കിയാണ്, അത് ഇവിടെ മാജിക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നിനക്ക് ഇപ്പോൾ ഒട്ടും പവർ ഇല്ല അല്ലേ? അതെ, എനിക്കിപ്പോൾ ഒട്ടും പവർ ഇല്ല. അപ്പോൾ ഷാഡോ അവളോട് പറയാണ്, ഇപ്പം നീ വെറൊരു സാധാരണ പെൺകുട്ടിയാണല്ലേ? അപ്പോഴെങ്കിൽ അവൾ പറയണം, അതെ ഇപ്പോൾ ഒരു സാധാരണ പെൺകുട്ടിയാണ്, പക്ഷേ എനിക്കിപ്പോൾ ഒരു വീരൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയുടെ കൈ പിടിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഷാഡോ അവളോട് ചോദിക്കുകയാണ്, ഇവിടെ നടക്കുമ്പോൾ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട്? അപ്പോഴാണെങ്കിൽ അറോറ പറയാണ്, സത്യം പറയാലോ എനിക്ക് അതും ഓർമ്മയില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആൽഫനെയും പിന്നെ ഷാഡോ ബസിനെയും പിന്നെ മറ്റേ കിളവനെയും പിന്നെ അലോവേനെയും അലക്സിനെയും കാണിക്കുകയാണ്. അപ്പോൾ ആൽഫ പറയാണ്, നമ്മളിപ്പോൾ കാണുന്നത് ഹീറോയിൻ ഒലിവിയറിന്റെ മെമ്മറീസ് ആണ്. ഈ ഒരു സ്ഥലത്ത് വെച്ച് കുറെ പാവപ്പെട്ട പിള്ളേരെ കുറെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവരും മ്യൂട്ടന്റഡ് ആയി, മിക്കവരും മരിച്ചും പോയിട്ടുണ്ട്. ഇത് കേട്ടിട്ട് അലക്സിയും അലോവയും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹീറോനെയും അറോറനെയും കാണിക്കുകയാണ്. അപ്പോൾ ഹീറോ അറോറനെ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ എവിടെയാണ്? അപ്പോൾ അറോറ പറയാണ്, നമ്മളിപ്പോൾ ഉള്ളത് എന്റെ മെമ്മറീസിലാണ്. ഇതേതാ പെൺകുട്ടി, കാണാൻ നിന്നെ പോലെ ഉണ്ടല്ലോ എന്ന് ഹീറോ പറയാണ്. അപ്പോഴാണെങ്കിൽ അറോറ പറയാണ്, ഇത് ഞാൻ തന്നെയാണ്. ഓ, ചെറുപ്പത്തിൽ നീ ഒരു ക്രൈ ബേബി ആയിരുന്നു അല്ലേ? അതേ, സാഹചര്യം കാരണം ഞാൻ കരയുമായിരുന്നു എന്നും പറഞ്ഞ് അറോറ അവളെ മുഖത്തൊരു അടി കൊടുക്കുന്നുണ്ട്. നീ പതിനെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ച പോലെ നോക്കിയില്ല എന്ന് ഹീറോ അവളോട് പറയാണ്. നോക്കുമ്പം അവിടുത്തെ ഒരു മെമ്മറി ചില്ലുപോലെ പൊളിഞ്ഞു പോകുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ആൽഫിനെയും പിന്നെ അവരെയും കാണിക്കുകയാണ്. എന്നിട്ട് ആൽഫ പറയാണ്, എല്ലാത്തിലും മാച്ച് കുട്ടികളെ ഒരു സ്ഥലത്ത് ഇരുത്തിയതിനു ശേഷം ഡീമൺസ് സെല്ല് അവർക്ക് ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്യും. അത് പിന്നെ ഞങ്ങൾക്ക് ഡീമൺസ് ഒരു ഫൈറ്റ് ചെയ്യാൻ പവേഴ്സ് വേണ്ട എന്നാ കിളവൻ പറയാണ്. എന്നിട്ട് ആൽഫ പറയാണ്, ഈ കീച്ചെയിൻ കണ്ടോ? ഈ കീച്ചെയിനിൽ ഒരു കൈയും ഒരു സോഡ് മാത്രമേ ഉള്ളൂ. ഇത് കാണുന്ന സോഡ് അവളെ സോഡാണ്. അവൾ എന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായോ അന്ന് തൊട്ട് ഇവളെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തു വിട്ടു. അവിടെ നിന്ന് ആ ഒരു മെമ്മറി ചില്ലുപോലെ പൊളിഞ്ഞതിന് ശേഷം ഒരു ബാറ്റിൽ ഗ്രൗണ്ടാണ് കാണിക്കുന്നത്. ആ ഒരു ബാറ്റിൽ ഗ്രൗണ്ടിൽ കുറെ ആൾക്കാർ ചേർന്ന് ഡിയോബ്ലസ് പറയുന്ന ആ ഒരു ഡീമന്റെ കൈ വെട്ടുകയാണ്. വെട്ടിയതിനു ശേഷം അവിടെ സീലും കൂടെ ചെയ്യുന്നുണ്ട് ആ ഒരു കൈനെ. ഡീമൺ ഡിയോബ്ലസിനെ കൈ വെച്ചിട്ട് അവർ കുറെ എക്സ്പെരിമെന്റ്സ് നടത്തി. അതിന് അവർ ഈ ടാബ്ലറ്റും ഉണ്ടാക്കി. ഈ ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ഇത് കണ്ട് അലക്സിയെ നെട്ടുകയാണ്. കാരണം ഈ ടാബ്ലറ്റ്സ് ആയിരുന്നു അന്ന് സെവൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതായിരുന്നില്ല അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്നും പറഞ്ഞിട്ട് ആ ഒരു മെമ്മറി മാറിയിട്ട് വേറൊരു മെമ്മറിയിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ കിളവൻ പറയുന്നുണ്ട്, എന്താണ് കാണിക്കുന്നത്? എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണോ? ഇനി കാണിക്കരുത് പ്ലീസ്. നോക്കുമ്പോൾ ആ ഒരു കിളവനും പിന്നെ രണ്ടുപേരും പിന്നെ ആ ഒരു ഡീമന്റെ കൈന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അവരെ കൈ വെച്ചിട്ട് കുറെ ടാബ്ലറ്റ്സ് ഉണ്ടാക്കി. ആ ടാബ്ലറ്റ്സിനെ പവർ എന്ന് വെച്ചാൽ ഇമ്മോർട്ടാലിറ്റി ആണ്, എന്ന് വെച്ചാൽ ഒരിക്കലും മരിക്കില്ല. അപ്പോഴാണെങ്കിൽ ആൽഫ അയാളോട് ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ നെൽസൺ നമുക്ക് പറഞ്ഞു തരൂ ആ ഒരു ടാബ്ലറ്റിന്റെ പേരെന്താണ്, പിന്നെ ആ ടാബ്ലറ്റിന്റെ സൈഡ് എഫക്ട്സ് എന്താണ്? ഓക്കെ ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ടാബ്ലറ്റിന്റെ പേരെന്താന്ന് വെച്ചാൽ പിൽസ് ഓഫ് ഡിയോബ്ലോസ്. അതിൽ കുറച്ച് സൈഡ് എഫക്ട്സും ഉണ്ട്. ഓ, എനിക്ക് മനസ്സിലായി. കാരണം മുമ്പത്തെ ആ ഒരു നെൽസന്റെ മുടിയുണ്ട്, നിങ്ങൾക്കിപ്പോൾ മുടിയില്ല. അത് സൈഡ് എഫക്ട്സ് ഒന്നും അല്ല എന്ന് അയാൾ പറയുന്നുണ്ട്. ഞാൻ എപ്പോൾ തൊട്ട് മരിക്കില്ലെന്ന് പറഞ്ഞു. എന്റെ ചുറ്റിലും കുറെ പൊട്ടന്മാരുണ്ടായിരുന്നു എന്റെ വാക്കും പ്രതീക്ഷിച്ച്. അവരെല്ലാം തമ്മിൽ തല്ലി പിരിഞ്ഞു. ഞാൻ പറയുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്ന് അലക്സിയ പറയുന്നുണ്ട്. ആ സൈഡ് എഫക്ട്സിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. വർഷത്തിൽ ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രമേ ആ ഒരു പില്ല് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഒരു പില്ല് ഉണ്ടാക്കാൻ വേണ്ടി നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര പിൽസ് ഉണ്ടാക്കും എന്നാ കിളവനോട് ആൽഫ ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ആ കിളവൻ പറയുന്നുണ്ട്, ഒരു വർഷത്തിൽ 12 പില്ല് ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴാണെങ്കിൽ ആൽഫ പറയുന്നുണ്ട്, ഹേയ് നീ അയാൾ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴാണെങ്കിൽ അലക്സിയ ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ആ ഒരു ടാബ്ലറ്റ് നേരെ ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഡീമന്റെ കയ്യിലെ പവർ മാത്രമാണ് എടുത്തോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹീറോയിൻ ഒലിവിയന്റെ ബ്ലഡ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഓടുന്നത്. എന്ന് വെച്ചാൽ താൻ ആ 12 ടാബ്ലറ്റ് കഴിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിച്ചിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഡെൽറ്റ അയാളെ പിറകെന്ന് കുത്തുന്നുണ്ട്. പിറകെന്ന് ഡെൽറ്റ അയാളെ കുത്തിക്കൊന്നതിന് ശേഷം അയാളെ വെള്ളത്തിലോട്ട് ഇടുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഒരു പെൺകുട്ടി ഡെൽറ്റയോട് പറയാണ്, ഡെൽറ്റ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളെ ഇപ്പൊ കൊല്ലരുതെന്ന്. കാര്യം അയാളെ കയ്യിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാനുണ്ടായിരുന്നു. അയ്യോ ഞാൻ അറിയാതെ ചെയ്താണ്, സോറി ലേഡി ആൽഫിനോട് ക്ഷമിക്കണമേ, സോറി എന്ന് പറഞ്ഞിട്ട് ആൽഫിനോട് കരഞ്ഞ് പറയുന്നുണ്ട്. അപ്പോഴെങ്കിൽ ആൽഫ പറയുന്നുണ്ട്, ഡെൽറ്റ നിന്നോട് മുമ്പേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ ഒരാളെ കൊല്ലുകയാണെങ്കിൽ അയാൾ പൂർണ്ണമായിട്ട് മരിച്ചു എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. അപ്പോഴാണെങ്കിൽ അയാൾ അവിടെ തിരിച്ച് റീജനറേറ്റ് ആയിട്ട് മുകളിലോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഒരു വെള്ളപ്രകാശം ഫുള്ളി വന്നതിന് ശേഷം അവിടേക്ക് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ദൂരമായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ ടെറിട്ടറിയിലാണ്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ് എന്നാൽ കിളവൻ പറയുന്നുണ്ട്. ഡെൽറ്റ ആണെങ്കിൽ വളരെ ദേഷ്യത്തിൽ അയാൾ നോക്കുന്നുണ്ട്. അവിടെ വെച്ച് എപ്പിസോഡ് 12 എൻഡ് ആവുകയാണ്. ഈ ഒരു എപ്പിസോഡ് ഇമേഴ്സൺ ഷാഡോന്റെ എപ്പിസോഡ്സും തമ്മിൽ വളരെ വ്യത്യാസമായിട്ടുള്ള എപ്പിസോഡാണ്. അതുപോലെ തന്നെ ഷാഡോന്റെ സ്ക്രീൻ ടൈമും കുറവായിരുന്നു എപ്പിസോഡിൽ. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് ഒക്കെ വളരെ ട്വിസ്റ്റ് ആൻഡ് ടേൺസിലൂടെ പോകുന്ന എപ്പിസോഡ്സ് ആണ്. അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ട് ഇമേഴ്സൺ ഷാഡോന്റെ മലയാളം എക്സ്പ്ലനേഷൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയുള്ള ഒപ്പീനിയൻ താഴെ കമന്റും കൂടെ ചെയ്യുക. അപ്പോൾ നാളെ എപ്പിസോഡ് 13 കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ്
Alex Penna signing out.